ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ അവറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒരു വ്യത്യസ്തമായ കുക്കിംഗ് വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ഇത് രണ്ടാമത്തെ തവണയാണ് നമ്മുടെ കുക്കിംഗ് വ്ലോഗായിട്ട് നമ്മൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ഇന്നത്തെ ഡിഷ് ഇന്ന് KFC വീട്ടിലുണ്ടാക്കാൻ പോവാണ്. KFC ഗ്രിൽഡ് ചിക്കൻ എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നുള്ള ഒരു പരീക്ഷണത്തിലാണ്. ഫസ്റ്റ് ടൈം ആണ്. ചളാവോ കൊളാവോ ഒന്നും അറിയത്തില്ല. അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ വീഡിയോയിലൂടെ കാണിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ചിക്കൻ ഫസ്റ്റ് മാഗ്നറ്റ് ചെയ്യണം, എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ KFC ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു KFC ഉണ്ടാക്കുന്നതിന് ചിക്കൻ മാഗ്നറ്റ് ചെയ്ത് വെക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ആഡ് ചെയ്താലോ? എങ്കിൽ 1 by 1 നിങ്ങളിതാ ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നല്ല കട്ട തൈരാണ് വേണ്ടത്. ഒരു 2 ടീസ്പൂൺ തൈര് നമുക്ക് ആഡ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ തൈര്, നല്ല കട്ട തൈരാണ്. ഇതിനെ യോഗേർട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമ്മളിപ്പോൾ ഇവിടേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ പാലാണ് വേണ്ടത്. അത് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ പാൽ ഇവിടെ ഞാൻ എടുത്തു വെച്ചു. അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുവാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ചില്ലി പൗഡറാണ്. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, നമ്മുടെ നോർമൽ ചില്ലി പൗഡർ ആണ്. ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. ഞാനൊരു 500 ഗ്രാമാണ്, മറ്റേ 1/2 കിലോ, അതായത് 1/2 കിലോ ചിക്കൻ ആണ് ഇവിടെ നമ്മളിപ്പോൾ KFC ഉണ്ടാക്കാൻ എടുത്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് ഉപ്പാണ്. അപ്പം ഒരു ആവശ്യത്തിന് ഉപ്പ് എന്ന് പറയുമ്പം ഒരു 1/2 ടീസ്പൂൺ മതിയായിരിക്കും നമുക്ക് ആവശ്യത്തിന് ഉപ്പ് എന്ന് പറയുമ്പം. നോക്കിയിട്ട് നമുക്ക് ഇടാലോ, അതുകൊണ്ട് മതി. ഇനി നമുക്ക് ഇതിന്റെ കൂടി ആഡ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നോർമലി ഇതിന്റെ നമ്മൾ ഹോട്ടലിലൊക്കെ പോയിട്ട് കഴിക്കുന്ന KFC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒനിയൻ പൗഡറും അതുപോലെ ഗാർലിക് പൗഡറും ഒക്കെയുള്ള പേസ്റ്റ് ആണ്. പക്ഷെ നമ്മുടെ കയ്യിൽ ആ പേസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഞാൻ ചേർക്കുന്നത് ജിഞ്ചർ ഓണിയൻ പേസ്റ്റ് ആണ് ചേർക്കുന്നത്. അതും ഒരു 1/2 ടീസ്പൂണോളം അതും എടുക്കുക. ഇവിടെ ഇപ്പൊ ഞാൻ ജിഞ്ചർ ഓണിയൻ പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു, അതും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ നിർബന്ധമില്ല, പക്ഷെ കുറച്ച് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒറഗാനോ പൗഡർ എന്ന് പറയും. ഞങ്ങൾ ഇവിടെ പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സാധനമൊക്കെ നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഒറഗാനോ പൗഡർ. നിർബന്ധമൊന്നുമില്ല, പക്ഷെ അതുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അതൊരു ചെറിയ 1/4 ടീസ്പൂണോളം അത് നമുക്ക് ആഡ് ചെയ്യാം ഇതിലേക്ക്. 1/4 ടീസ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, അതും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നാരങ്ങ നീരാണ്. 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ വിനാഗിരി, നോർമൽ വിനാഗിരി ആഡ് ചെയ്താൽ മതി ഇതിലേക്ക്. അപ്പോൾ ഞാൻ നാരങ്ങ നീര് എടുത്തിട്ടുണ്ട്. നമുക്ക് ആ നാരങ്ങ നീരും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. അപ്പൊ നമുക്ക് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ മാത്രം, നന്നായി മിക്സ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ മാഗ്നറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇതെല്ലാം നമ്മൾ നന്നായിട്ട് ഇവിടെ ഇപ്പം മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഉപ്പുണ്ടോ അത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഉപ്പ് ഒരു പടി നമുക്ക് മീതെ നിൽക്കണം കേട്ടോ, എല്ലാത്തിനേക്കാളും. എന്നാലേ നമുക്ക് എല്ലാം ചേർത്ത് വരുമ്പം ഓക്കെ ആവുള്ളൂ. ഇനി അപ്പം നമ്മൾ എന്താ നെക്സ്റ്റ് ചെയ്യേണ്ടത്? ഇനി ചെയ്യേണ്ടതാണ് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ. ഈ ഒരു ചിക്കൻ നമ്മൾ ഇതിലേക്ക് ഇടുന്നു. നമ്മൾ മാഗ്നേറ്റ് ചെയ്യണം. അതാണ് ഇനി അടുത്ത പ്രോസസ്സ് നമ്മുടേത്. നന്നായിട്ടെല്ലാം നല്ല അടിപൊളിയായിട്ട് പിടിപ്പിക്കണം. വെറുതെ മാഗ്നേറ്റ് ചെയ്താൽ മാത്രം പോരാ, ഇത് മാഗ്നേറ്റ് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 4 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. എന്നാലേ ഇതെല്ലാം ഒന്ന് സെറ്റായിട്ട് ഇതിൽ പിടിച്ച് നല്ല അടിപൊളിയായി നമുക്ക് കിട്ടുള്ളൂ. കടയിൽ പോയിട്ട് KFC മേടിച്ച് പൈസ കളയണ്ട. പ്രത്യേകിച്ച് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ KFCയോ സാധനങ്ങളൊന്നും കിട്ടൂലാത്തതുകൊണ്ട് ഭയങ്കര വിഷമമാണ്.
ചിക്കൻ ഐറ്റംസ് പോലും ഞങ്ങൾ അതുകൊണ്ട് ഇങ്ങനെ വാങ്ങി നമ്മളിങ്ങനെ ചെയ്യലേ ഉള്ളൂ. പുറത്തുനിന്ന് ഫുഡ് കഴിക്കലേ ഇല്ല നമ്മള്. പിന്നെ എങ്ങും പോകേണ്ട ആവശ്യമില്ലല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പൊ അങ്ങനെ ഞാനിത് മാഗ്നേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതൊരു ഫ്രിഡ്ജിൽ എടുത്തിട്ട് ഒരു 4 മണിക്കൂർ നേരം വെക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ഇതാ നമ്മള് 4 മണിക്കൂറിന് ശേഷം നമ്മൾ മാഗ്നേറ്റ് ചെയ്യാൻ വച്ചിരുന്ന നമ്മുടെ ചിക്കൻ ഇതാ ഇവിടെ ഞാനിപ്പോ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ ഒരു പീസ് എടുത്ത് മാറ്റണം. നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഈ പീസ് മാറ്റി വെക്കാം. നമുക്ക് ഓരോ പീസ് ഇങ്ങനെ എടുത്തിട്ട് അപ്പൊ നമ്മളിതാ മുഴുവൻ പീസും ഇങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് മാറ്റി വെക്കാം. ഇനി ബാക്കി ഇത്രയും അതിന്റെ ആ ഒരു മാഗ്നേറ്റ് ചെയ്യാനുള്ള മിക്സിന്റെ ബാലൻസ് ഉണ്ട്, അതും നമുക്ക് മാറ്റി വെക്കാം. ഇപ്പം അത് ആവശ്യമില്ല. ഇനി നമുക്ക് വേണ്ടത് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഈ ബൗളിലേക്ക് നമുക്ക് കുറച്ച് മൈദയും കോൺഫ്ലോർ ഒക്കെ ആവശ്യമാണ്. അപ്പൊ നമുക്ക് അതിന്റെ അളവുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ ഇപ്പൊ ഞാൻ എടുത്തേക്കുന്നത് ഈ ഒരു കപ്പ്, ഈ ഒരു പാത്രത്തിന് 1 കപ്പ് മൈദയാണ് ഞാൻ എടുത്തേക്കുന്നത്. നമുക്ക് ആ മൈദ ഈ ഒരു ബൗളിലേക്ക് ഇടാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ്. നമുക്ക് കോൺഫ്ലോർ എടുക്കാം. ഇവിടെ ഞാനൊരു 1/2 കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഇതിലേക്ക് ഇടാം. ഇനി അപ്പൊ ഇത് മിക്സ് ചെയ്യുമ്പം ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് വേണം. അപ്പൊ നമുക്ക് ആ ഒരു ഉപ്പും കൂടി ഇതിലേക്ക് ഇടാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഒറിഗാനോ ഫ്ലേക്സിന്റെ കാര്യം? ആ ഒരു ഒറിഗാനോ പൗഡർ ഇല്ലേ, ആ പൗഡർ കൂട്ടൊരു കുറച്ച് നമുക്ക് ഇടാം. കുറച്ച് ടേസ്റ്റ് കൂടുതൽ കിട്ടും അന്നേരം. അതൊരു കുറച്ച്, ജസ്റ്റ് 2 പിഞ്ച് അത്ര ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിന് ഒരു കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. അതും ഒരുപാട് വേണ്ട. ജസ്റ്റ് ഞാനിവിടെ ഈ ഒരു ചെറിയ സ്പൂണ്, ഈ ഒരു സ്പൂണിന് ജസ്റ്റ് ആ ഒരു സ്പൂണേ എടുക്കുന്നുള്ളൂ. ഒരു സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ടു. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. ഞാനിങ്ങനെ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുവാണ്. ഇതെല്ലാം മിക്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ എടുത്ത പൊടിക്കകത്തുനിന്ന് ഒരു കുറച്ച് പൊടി, ഒരു 4-1 പൊടി അല്ലെങ്കിൽ അതിലേക്കാൾ ഒരു കുറച്ചുകൂടെ പൊടി നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ബാലൻസ് ഉണ്ടായിരുന്ന നമ്മുടെ ഈ ഒരു ചിക്കൻ മാഗ്നേറ്റ് ചെയ്തതിന്റെ ബാലൻസ് ഇല്ലേ, അതിലേക്ക് നമ്മൾ ഒരു 4-1 പൊടി ഇടുക. ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിന് ഞാൻ ആ എടുത്ത അളവ് പാത്രത്തിന് തന്നെ ഒരു 1/2 കപ്പ് ഓളമെടുത്തു. അത്രയേ ഉള്ളൂ, 1/2 കപ്പില്ല, 1/2 അത്രയും. എന്നിട്ട് നമുക്കിനി അത് ഇതിലേക്ക്. ഇനി ഇതിൽ ആവശ്യമായിട്ട് വേണ്ടത് ഒരു കോഴിമുട്ടയാണ്. ആ ഒരു കോഴിമുട്ട പൊട്ടിച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഒരു കോഴിമുട്ട പൊട്ടിച്ചു ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ നേരത്തെ എടുത്ത നമ്മുടെ അളവിനനുസരിച്ചുള്ള ആ ഒരു ഗ്ലാസ്സിലെ അതിലൊരു 3/4 കപ്പോളം പാല് വേണം. ഞാൻ പാലെടുത്തിട്ടുണ്ട്. നമുക്ക് ആ പാലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ട് ഇളക്കണം, നന്നായിട്ട് മിക്സ് ചെയ്യണം. കട്ടകളൊന്നും, മൈദയുടെ ആ കട്ടകളോ അതൊന്നും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. യെസ്, അപ്പൊ നമ്മള് മിക്സ് ചെയ്തതെല്ലാം നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട അടുത്ത കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇതുപോലൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി ഇങ്ങോട്ട് മാറ്റി വെക്കാം. നമുക്കിനി ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ചിക്കനാണ്. നമുക്ക് ചിക്കൻ ആവശ്യമുള്ള സ്ഥിതിക്ക് ചിക്കൻ എടുക്കുക, നന്നായിട്ട് ഇതിനകത്തിടുക, നന്നായിട്ടൊന്ന് ഇതാക്കി എടുക്കണേ. അതിന് ശേഷം എന്ത് ചെയ്യണം? നമ്മുടെ ഈ പൊടിയില്ലേ, ഈ ഇരിക്കുന്ന പൊടിക്കകത്തേക്ക് മുക്കിയിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് നന്നായിട്ട് പിടിക്കണം പൊടി. പൊടി നന്നായി പിടിച്ചു കഴിയുമ്പോൾ അതെടുത്ത് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അങ്ങനെ നമ്മൾ ഇത് മുഴുവനും എന്ത് ചെയ്യണം? ഇങ്ങനെ ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ ചീനിച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. ഓയിൽ ചൂടാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ആ ഒരു ചിക്കൻ നമുക്ക് ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പൊ ഇവിടെ നമ്മുടെ ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ആക്കാൻ വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ പീസുകൾ ഇട്ട് കൊടുത്താലോ? മെല്ലെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഇതാവാതെ, കുറച്ച് അതിന് ശ്വാസം മുട്ടുന്ന രീതിയിലാകരുത്. കുറച്ച് ശ്വാസമൊക്കെ വിടാനുള്ള സ്പേസൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണേ നമ്മൾ ചെയ്യാൻ. ഒരു 1/2 മണിക്കൂറും കൊണ്ട് നമ്മുടെ ഫ്രൈ റെഡിയായി എടുക്കും. ജസ്റ്റ് ഒന്ന് ഒരു സൈഡിൽ ഇതായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത സൈഡിലേക്കും കൂടി ഇടുക.
മതി, ഒരുപാട് ഇടുന്നില്ല, തിക്കായിട്ട് വരണ്ട, ഇത്ര ഇട്ടാൽ മതി. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതൊരു ഒരുപാട് മീഡിയം ടു ഹൈ, അതിന്റെ ഇൻ ബിറ്റ്വീൻ ഇട്ടാൽ മതിയേ. എന്നിട്ട് ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. അതിനുശേഷം നമുക്കിത് മറിച്ചിടാലോ. ഒരു സൈഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം നമ്മളിതാ അടുത്ത സൈഡ് ഇതാ മറിച്ചിട്ടു. ഇതാ ഇങ്ങനെ മറിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് അപ്പുറത്തെ സൈഡും കൂടി ആവണം. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇതാ ഇവിടെ ഇപ്പം നമ്മുടെ ചിക്കൻ ഇതാ നല്ലപോലെ ഫ്രൈ എല്ലാം ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി എന്ത് ചെയ്യണം? ഇത് കോരിയെടുക്കണം. ഇത് കോരിയെടുത്തിടാൻ വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഇതാ ഒരു നല്ല പ്ലേറ്റിൽ ടിഷ്യൂ എല്ലാം ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് ഇനി കോരിയിടാം. അപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ ഫ്രൈ കോരി നമ്മൾ ഇതിലേക്കിടുവാണ്. ഇപ്പോൾ നമ്മളെ ചിക്കൻ ഫ്രൈ അല്ലതാ ഫ്രൈ ആയി നല്ല അടിപൊളി KFC ആയിട്ടുണ്ട്. ഒരു കെമിക്കലും ഇല്ല, ഒന്നുമില്ല. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നമ്മുടെ നാച്ചുറൽ KFC റെഡി. നമ്മുടെ മയോണീസ് കൂട്ടിയിട്ട് നമുക്കിത് കഴിക്കുകയും ചെയ്യാം. അപ്പൊ ഇതാ നമ്മളെ KFC റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന KFC വാങ്ങുന്ന സെയിം സംഭവമാണ്. നല്ല സ്മെല്ലും ഉണ്ട്. അതുപോലെ ഷേപ്പ് ഒക്കെ കാണുമ്പോൾ എക്സാക്ട് നമുക്ക് ട്രൈ ചെയ്താണ്. നമുക്ക് ഇത് മയോണീസ് കൂട്ടി കഴിക്കണം. അങ്ങനെ മുക്കി അടിപൊളി, നല്ല രസമുണ്ട്. നല്ല ക്രിസ്പി ആയതുകൊണ്ട് അടിപൊളി. നല്ല കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സെയിം ടു സെയിം വീട്ടിലുണ്ടാക്കിയെന്ന് പറയില്ല, കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഫീലിംഗ്. അടിപൊളിയായിരുന്നു. ഈ മയോണീസ് മുക്കണം, അതിന്റെ ഹൈലൈറ്റ്. വീട്ടിൽ നിന്നും KFC ഉണ്ടാക്കാൻ നിൽക്കുന്നുണ്ടായി. കെമിക്കൽസ് ഒന്നും ഇല്ലാതെ നാച്ചുറൽ ആയിട്ട് നമ്മുടെ ഇവിടെയുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ. അപ്പം എല്ലാരും ഇത്തരത്തില് ചിക്കൻ വാങ്ങുന്ന സമയത്ത് കുറച്ചെടുത്ത് മാറ്റി വെച്ചാൽ മതി. അതുപോലെ KFC ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഞങ്ങളുടെ വീഡിയോ എല്ലാരും കണ്ടു കഴിയുമ്പോൾ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലും ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വീഡിയോ കാണുന്നവർ ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഇതിന്റെ അഭിപ്രായങ്ങൾ, അതുപോലെ നിങ്ങൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിന് നിങ്ങളുടെ ഫീഡ്ബാക്ക് അതൊക്കെ ഞങ്ങൾ കമന്റിലൂടെ അറിയിക്കണം. എന്നാൽ നമുക്കൊരു ഇൻസ്പിറേഷൻ ആണ് നമുക്ക് വീണ്ടും ചെയ്യാൻ വേണ്ടി. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.